KCL താരലേലത്തിൽ വില കൂടിയ താരമായി സഞ്ജു സാംസൺ 26.80 ലക്ഷം രൂപയ്ക്ക് കൊച്ചി ബ്ലൂ ടൈഗേഴ്സ് സഞ്ജുവിനെ സ്വന്തമാക്കി. ആകെ ചെലവഴിക്കാവുന്ന തുകയിൽ പകുതിയിൽ കൂടുതലും സഞ്ജുവിന് അവർ ചെലവഴിച്ചിരിക്കുകയാണ്. ഹാൻസ് ജോൺ കൂടുതൽ വിവരങ്ങൾ നൽകാൻ നമുക്കൊപ്പം ചേരുകയാണ്. ഹാൻസ്, KCL അങ്ങനെ കൂടുതൽ ഉയരങ്ങളിലേക്ക് പോകുന്നു എന്നുള്ളതാണല്ലോ ആവേശകരമായിട്ടുള്ള ഈ ലേലം വിളിയുടെ സൂചനകൾ പുറത്തു വരുമ്പോൾ നമുക്ക് മനസ്സിലാക്കാനാകുന്നത്. പകുതിയിലധികം തുകയും സ്വന്തമാക്കിക്കൊണ്ട് അവർ സ്വന്തമാക്കിയിരിക്കുന്നത് സഞ്ജു സാംസണെയാണ്. അതൊരിക്കലും നഷ്ടമാകില്ല. മറ്റു താരങ്ങൾക്കൊക്കെ എന്ത് വില കിട്ടി, എങ്ങനെ പുരോഗമിക്കുന്നു ലേലം? ബിനിൽ, അല്പസമയം മുമ്പാണ് KCLന്റെ രണ്ടാം പതിപ്പിനായിട്ടുള്ള താരലേലം തിരുവനന്തപുരത്ത് വെച്ച് ആരംഭിച്ചത്. ഇപ്പോൾ ഈ താരലേലത്തിൻ്റെ മുഖ്യ ആകർഷണം ഇത്തവണ ഈ സീസണിൽ സഞ്ജു സാംസൺ പങ്കെടുക്കുന്നു എന്നുള്ളത് തന്നെയായിരുന്നു. അതുകൊണ്ട് തന്നെ സഞ്ജുവിന് വേണ്ടി വലിയൊരു വാശിയേറിയ മത്സരം ലേലത്തിലുണ്ടാകുമെന്ന നിഗമനങ്ങളിലായിരുന്നു ഉണ്ടായിരുന്നത്. ആ ഒരു സംഭവം തന്നെ നടന്നു എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. കാരണം ഈ സീസൺ, കഴിഞ്ഞ സീസൺ ആണെങ്കിലും ഈ സീസൺ ആണെങ്കിലും എടുത്തു നോക്കുകയാണെങ്കിൽ ഏറ്റവും വില കൂടിയ താരമായി സഞ്ജു മാറി എന്ന് വേണം പറയാൻ. കാരണം 26.8 ലക്ഷം രൂപ ാണ് ഇപ്പോൾ കൊച്ചി ബ്ലൂ ടൈഗേഴ്സ് സഞ്ജുവിനെ സ്വന്തമാക്കിയിരിക്കുന്നത്. കഴിഞ്ഞ വർഷമായിരുന്നു എറണാകുളം സ്വദേശിയായിട്ടുള്ള MS അഖിലിൻ്റെ പേരിലായിരുന്നു KCL സീസണിലെ റെക്കോർഡ് ഉണ്ടായിരുന്നത്. കഴിഞ്ഞ വർഷം 7.4 ലക്ഷം രൂപയ്ക്കായിരുന്നു MS അഖിലിനെ സ്വന്തമാക്കിയിരുന്നത്. KCL താരലേലത്തിൽ ടീം അഖിലിനെ സ്വന്തമാക്കിയിരുന്നത്. പക്ഷേ അതിൻ്റെ 3 ഇരട്ടി തുക ഉപയോഗിച്ചുകൊണ്ട് വലിയ റെക്കോർഡ് നേട്ടത്തോടു കൂടിയാണ് സഞ്ജുവിനെ ഇപ്പോൾ കൊച്ചി ബ്ലൂ ടൈഗേഴ്സ് സ്വന്തമാക്കിയിരിക്കുന്നത്. അതിനോടൊപ്പം തന്നെ മറ്റ് താരങ്ങളെയും പ്രധാന താരങ്ങളെയെല്ലാം തന്നെ വശത്താക്കാനുള്ളൊരു ശ്രമത്തിൽ തന്നെയാണ് ഇപ്പോൾ താരലേലം പുരോഗമിക്കുന്നത്. ബേസിൽ തമ്പിയായിട്ടുള്ള താരമായിട്ടുള്ള ബേസിൽ തമ്പിയെ 8.4 ലക്ഷം രൂപയ്ക്ക് ട്രിവാൻഡ്രം റോയൽസ് സ്വന്തമാക്കിയിട്ടുണ്ട്. താരം ഷോൺ റോജറിനെ 4.4 ലക്ഷം രൂപയ്ക്ക് തൃശൂർ ടൈറ്റൻസും, അതിനോടൊപ്പം തന്നെ ഞാൻ നേരത്തെ സൂചിപ്പിച്ച MS അഖിലിനെ, കഴിഞ്ഞ വർഷം ട്രിവാൻഡ്രം റോയൽസിൻ്റെ താരമായിരുന്നു MS അഖിൽ, 7.4 ലക്ഷം രൂപയ്ക്കാണ് കഴിഞ്ഞ സീസണിൽ MS അഖിലിനെ ട്രിവാൻഡ്രം സ്വന്തമാക്കിയത്. പക്ഷേ ഇത്തവണ 1 ലക്ഷം രൂപ കൂടി കൂടുതൽ ലഭിച്ചിട്ടുണ്ട്. 8.4 ലക്ഷം രൂപയ്ക്ക് ഏരീസ് കൊല്ലമാണ്, കഴിഞ്ഞ വർഷത്തെ ചാമ്പ്യനായിട്ടുള്ള ഏരീസ് കൊല്ലമാണ് ഇപ്പോൾ MS അഖിലിനെ സ്വന്തമാക്കിയിരിക്കുന്നത്. അതിനോടൊപ്പം തന്നെ സുപ്രധാന താരങ്ങളൊന്നായിട്ടുള്ള KM ആസിഫ്, അദ്ദേഹവും കഴിഞ്ഞ വർഷം ട്രിവാൻഡ്രം റോയൽസിൻ്റെ താരമായിരുന്നു. അദ്ദേഹത്തെ ഇപ്പോൾ 3.2 ലക്ഷം രൂപയ്ക്ക് കൊച്ചി ബ്ലൂ ടൈഗേഴ്സ് സ്വന്തമാക്കിയിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ ഏറ്റവും അവസാനമായി ഇപ്പോൾ താരലേലത്തിലുണ്ടായ പ്രധാന താരം അല്ലെങ്കിൽ ടീമുകൾ സ്വന്തമാക്കിയ താരം വിഷ്ണു വിനോദായിരുന്നു. വിഷ്ണു വിനോദിനെ 12.8 ലക്ഷം രൂപയ്ക്കാണ് ഇപ്പോൾ ഏരീസ് കൊല്ലം സ്വന്തമാക്കിയിരിക്കുന്നത്. കഴിഞ്ഞ വർഷം തൃശൂർ ടൈറ്റൻസിൻ്റെ താരമായിരുന്നു വിഷ്ണു വിനോദ്. അത്തരത്തിൽ വലിയ ഒരു താരലേലം തന്നെയാണ് ഇപ്പോൾ നടക്കുന്നത്. എല്ലാ ടീമിനും 50 ലക്ഷം രൂപയാണ് പരമാവധി ചെലവാക്കാൻ കഴിയുന്നത്. 16 മുതൽ 20 താരങ്ങൾ വരെ സ്വന്തമാക്കാൻ കഴിയും. ചില താരങ്ങളെ ഇതിനോടൊപ്പം തന്നെ നിലനിർത്തിയിട്ടുണ്ട്. എന്തായാലും താരലേലം നിലവിൽ പുരോഗമിക്കുകയാണ്. അതിൽ ഇത്തവണത്തെ ഏറ്റവും വലിയ അട്രാക്ഷൻ ഹാൻസ് പറഞ്ഞതുപോലെ തന്നെ സഞ്ജു വി സാംസൺ ആയിരുന്നു ഇന്ത്യയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു താരം. അപ്പോൾ സഞ്ജുവിനെ 26.80 ലക്ഷം രൂപയ്ക്കാണ് കൊച്ചി ബ്ലൂ ടൈഗേഴ്സ് സ്വന്തമാക്കിയത്. പകുതി തുക, 50% തുക, അതായത് 50 ലക്ഷം രൂപ ചെലവഴിക്കാവുന്നതിൽ പകുതിയിലേറെ തുക സഞ്ജുവിന് വേണ്ടി മാത്രം കൊച്ചി ടീം ചെലവഴിച്ചപ്പോൾ ബേസിൽ തമ്പിയാണ് മറ്റൊരു എക്സ്പെൻസീവ് താരം. ബേസിൽ തമ്പിയെ 8.40 ലക്ഷം രൂപയ്ക്ക് ട്രിവാൻഡ്രം റോയൽസും സ്വന്തമാക്കിയിരിക്കുകയാണ് എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട വാർത്ത. എന്തായാലും KCL താരലേലം തുടരുകയാണ്.